വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. ക്യാരറ്റ് ഉപയോഗിച്ചുള്ള ഒരു ക്യാരറ്റ് വടയാണ് ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റ്. അതിന് ഇവൾ ഇരുന്നിരിപ്പിൽ 5 എണ്ണം വരെ തിന്നും. 5 അല്ല 10. നമ്മളിപ്പം വീട്ടിലിരിക്കുന്ന സമയമൊക്കെ ആണല്ലോ, അപ്പം പഠിത്തത്തോടൊപ്പം നമ്മൾ ഇച്ചിരി പാചകമൊക്കെ അറിഞ്ഞിരിക്കണം. രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്മയൊക്കെ സഹായിക്കണം. അങ്ങനെ അവധിയായപ്പം ഞങ്ങൾ പഠിച്ചെടുത്ത പാചകങ്ങളിൽ ഒരു പാചകമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണേ, സൂപ്പർ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, കടലമാവ്, സവോള, പച്ചമുളക്, മുളക് പൊടി, ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, കറിവേപ്പില. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് കടലമാവാണ്. നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഞങ്ങളിവിടെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് പൊടികളും അതോടൊപ്പം തന്നെ ജീരകവും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 നുള്ള, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, 1 തണ്ട് കറിവേപ്പില, കൂടെ തന്നെ അല്പം ഉപ്പും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ വെള്ളം ഉപയോഗിക്കുന്നില്ല. നമുക്ക് നന്നായിട്ട് അല്ലാണ്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അഥവാ വെള്ളത്തിന് ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിട്ട് വറുത്തെടുക്കാം. വെക്കാം. നമുക്ക് ഈ മിക്സിൽ നിന്നും ഓരോ നുള്ളെടുത്തിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കൈ വെച്ചൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ പാൻ വെച്ച് സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുമ്പോൾ മാതാപിതാക്കളുടെ സഹായത്തോടെ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ആപത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാതാപിതാക്കളുടെ സഹായം തേടാൻ മറക്കരുതാരും. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനകത്തോട്ട് നമ്മൾ പരത്തി വെച്ച നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ചേച്ചി നമുക്കിത് കോരിയാലോ ഇനി? ഇത് നമുക്കിനി കോരി വേറെ പാത്രത്തിലോട്ട് വെക്കാം. ഇനി നമുക്ക് ബാക്കിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ക്യാരറ്റ് വടയൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് കോരി എടുത്തിടാം. നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലോണം ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോഴേ അറിയാം, നല്ല സോഫ്റ്റാ. ഞങ്ങൾ പഠിക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പേരാമ്പ്രയാണ്. എൻ്റെ പേര് നേഹ. എൻ്റെ പേര് നിയ. എൻ്റെ പേര് ജോവാന. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഞങ്ങളുടെ അമ്മമാർ എവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അമ്മമാർക്ക് കൊടുത്താലോ? അമ്മമാരെ വാ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. മക്കളുടെ പാചകമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ. ഉള്ളൊക്കെ നല്ല നല്ല സോഫ്റ്റ് ആണല്ലോ, കണ്ടോ? പാചകമൊക്കെ പഠിച്ചു വന്നു അല്ലേ? കഴിച്ച് നോക്കട്ടെ എന്നിട്ട് പറയാം. നല്ല മുരിഞ്ഞിരിക്കുന്ന പരിപ്പയുടെ അതേ ടേസ്റ്റാന്ന് തോന്നുന്നു. തന്നെയുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് മക്കളുടെ പാചകമൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ ക്യാരറ്റൊക്കെ തന്നെ തോരൻ വെച്ചൊക്കെ കൂട്ടാൻ വിഷമമൊക്കെ ഉള്ള ഒത്തിരി മക്കളുണ്ടാവും. ഇഷ്ടമില്ല ക്യാരറ്റ് തോരനൊന്നും. അതെ, അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ മക്കൾ വേഗം കഴിക്കും. നല്ല വടയാണ്, പരിപ്പ് വടയുടെ അതേ ടേസ്റ്റാണ് നമുക്ക് കിട്ടാം. സൂപ്പറായിട്ടുണ്ടേ. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.